ഒരിക്കലും ഒരു ദിവസം ഒരു ക്ലാസ് അധ്യാപകൻ പതിവ് പോലെ ക്ലാസ്സിലേക്ക് കയറി വന്നു. സാധാരണ പോലെ തന്നെ കുട്ടികളെല്ലാം ക്ലാസ്സിൽ അത്യാവശ്യം ബഹളം, ഒപ്പം തന്നെ കളി, ചിരി, തമാശകളിലൊക്കെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അധ്യാപകൻ കടന്നു ചെന്നിട്ട് അവരോടൊരു കാര്യം പറഞ്ഞു. ഞാൻ നിങ്ങളുടെ മുന്നിൽ വലിയൊരു ഓഫർ വെക്കുകയാണ്. ഓഫർ ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, നിങ്ങളുടെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെയിലി 86,400 രൂപ ഞാൻ അയച്ചു തരാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, പുലർച്ചെ 12 മണിക്കാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 86,400 രൂപ ഞാൻ ക്രെഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് അന്ന് തന്നെ വൈകുന്നേരം 12 മണിയാണ്. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ. അത്ര നേരം നിങ്ങളുടെ അക്കൗണ്ടിൽ 86,400 രൂപ ഉണ്ടാകും. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ 86,400 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയക്കാൻ പോവാണ്. ഒരു കണ്ടീഷനുണ്ട്. ഞാൻ അയക്കുന്ന ഈ പൈസ 86,400 രൂപ അത് അതാത് ദിവസം ചെലവഴിക്കണം. ഒരിക്കലും അന്നത്തെ എമൗണ്ട് തൊട്ടടുത്ത ദിവസത്തേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കുകയില്ല. എന്ന് പറയണമെങ്കിൽ അന്നത്തെ ദിവസം കഴിഞ്ഞാൽ ആ എമൗണ്ട് ലാപ്സായി പോകും, അത് ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും 86,400 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നാൽ പിറ്റേ ദിവസത്തേക്ക് ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചെയ്യുക? എന്താണ് നിങ്ങളുടെ പ്ലാൻ? ഉടനെ ഓരോരുത്തരായി അതിന്റെ മറുപടി പറഞ്ഞു തുടങ്ങി. ഒരു മിടുക്കൻ എഴുന്നേറ്റ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സാർ ഞാൻ അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങും. എന്ന് പറയണമെങ്കിൽ മൊബൈൽ ഫോൺ വാങ്ങും, ലാപ്ടോപ്പ് വാങ്ങും എന്നൊക്കെ പറഞ്ഞു. മറ്റൊരു പെൺകുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ വാങ്ങും. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കുറെ സ്ഥലങ്ങളുണ്ട്, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, കുറെ ടൂർ പോകും, വിദേശയാത്ര നടത്തുമെന്ന് പറഞ്ഞു. ഒരുത്തൻ പറഞ്ഞു, ഞാൻ പുതിയ സൈക്കിൾ വാങ്ങുമെന്ന് പറഞ്ഞു, ബൈക്ക് വാങ്ങുമെന്ന് പറഞ്ഞവരുണ്ട്, ലാപ്ടോപ്പ് വാങ്ങുമെന്ന് പറഞ്ഞവരുണ്ട്. ഒരുത്തൻ പറഞ്ഞു, ഞാൻ അത് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്തും. ഒരുത്തൻ പറഞ്ഞു, അവന്റെ അച്ഛനെയും അമ്മയെയും സഹായിക്കും. ഇങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആശയങ്ങളാണ്. ചോദിച്ചു പിടിച്ചു വന്നപ്പോൾ എല്ലാവരും 86,400 രൂപയും ഉപയോഗിക്കും. ആരും ഒരു പൈസ പോലും, ഒരു രൂപ പോലും ബാക്കി വെക്കില്ല എന്ന തീരുമാനത്തിലാണ്. എന്ന് പറയണമെങ്കിൽ തൊട്ടടുത്ത ദിവസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഉടനെ തന്നെ ക്ലാസ് അധ്യാപകൻ അവരോട് പറഞ്ഞു, തീർച്ചയായും നിങ്ങളുടെ കയ്യിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് എല്ലാ ദിവസവും 86,400 രൂപ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ നിങ്ങളത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? അവരെല്ലാവരും ചിന്തിച്ചു, തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്ത് പൈസയാണ് വരുന്നത്? ഉടനെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള ആ ബാങ്കിന്റെ പേരാണ്, ആ അക്കൗണ്ടിന്റെ പേരാണ് ടൈം ബാങ്ക് അക്കൗണ്ട്. അതെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ കയ്യിലൊക്കെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. എല്ലാ ദിവസവും 86,400 സെക്കൻഡ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നുണ്ട്. ചോദ്യം ഇതാണ്, നിങ്ങൾ ആ 86,400 സെക്കൻഡിൽ എത്ര സെക്കൻഡുകൾ പ്രയോജനപ്പെടുത്തുന്നു? എത്ര സെക്കൻഡ് നമ്മൾ പാഴാക്കി കളയുന്നു? മഹാന്മാരുടെ ജീവിതം എടുക്കുമ്പോൾ സമയം കൃത്യമായി വിനിയോഗിച്ചതിലൂടെ, ടൈം പ്ലാനിങ്ങിലൂടെ ജീവിതത്തിൽ വിജയം കൈവരിച്ചവരാണ്. കൃത്യമായ ടൈം മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വിജയകരമാക്കാൻ നമുക്ക് സാധിക്കും. ആയതിനാൽ ടൈം മാനേജ്മെന്റ് അത് ജീവിതത്തിന്റെ വിജയത്തിലേക്കുള്ള വലിയൊരു ചവിട്ടുപടിയാണ്. സമയത്തെ കൃത്യമായി ക്രമീകരിക്കുക, ജീവിത വിജയം നേടുക. താങ്ക് യു.